ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. വിൽന്യൂസ്, ഒക്ടോബർ 26, 1934. വെള്ളിയാഴ്ച 6 മണിക്ക് 10 മിനിറ്റുള്ള സമയം അത്താഴത്തിനായി ഞാനും കുറച്ച് വിദ്യാർത്ഥിനികളും കൂടി ഉദ്യാനത്തിൽ നിന്ന് വരികയായിരുന്നു. ആദ്യ തവണ ഞാൻ കണ്ട പോലെ, ഛായാപടത്തിൽ വരച്ച പോലെ ഈശോയെ ഞങ്ങളുടെ ചാപ്പലിന് മുകളിലായി ഞാൻ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന 2 പ്രകാശരശ്മികൾ ഞങ്ങളുടെ ചാപ്പലും രോഗികളുടെ മുറിയും പിന്നെ പട്ടണം മുഴുവനും ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. ഇത് ഏകദേശം 4 മിനിറ്റ് നീണ്ടു നിന്നു. പിന്നെ അപ്രത്യക്ഷമായി. മറ്റുള്ളവരിൽ നിന്ന് വിട്ട് എൻ്റെ കൂടെ നടന്നിരുന്ന പെൺകുട്ടിയും ഈ കിരണങ്ങൾ കണ്ടു. എന്നാൽ ഈശോയെ കണ്ടില്ല. എവിടെ നിന്നാണ് ഈ പ്രകാശരശ്മികൾ വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതിശയപ്പെട്ട് അവൾ ഇക്കാര്യം മറ്റു കുട്ടികളോട് പറഞ്ഞു. അവർ അവളെ കളിയാക്കി. അവളുടെ ഭാവനയോ അല്ലെങ്കിൽ കടന്നുപോയ വിമാനത്തിൻ്റെ പ്രകാശം പ്രതിഫലിച്ചതോ ആയിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇപ്രകാരമുള്ള പ്രകാശരശ്മികൾ ഇതിനു മുമ്പ് അവൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. ഒരുപക്ഷെ സെർച്ച് ലൈറ്റ് ആയിരിക്കാമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ സെർച്ച് ലൈറ്റ് എന്തെന്ന് അവൾക്ക് അറിയാമെന്നും ഇത്തരത്തിലൊരു പ്രകാശരശ്മി അവൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മറുപടി നൽകി. അത്താഴത്തിനു ശേഷം ആ പെൺകുട്ടി എന്നെ സമീപിച്ചു. ഈ രശ്മികൾ അവളെ വളരെ സ്പർശിച്ചതിനാൽ അവൾക്ക് നിശബ്ദയായിരിക്കാൻ സാധിച്ചില്ലെന്നും എല്ലാവരോടും ഇത് പറയണമെന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ അവൾ ഈശോയെ കണ്ടിരുന്നില്ല. അവൾ ഈ പ്രകാശരശ്മികളെപ്പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെന്നെ വിഷമാവസ്ഥയിലാക്കി. എന്തെന്നാൽ ഞാൻ ഈശോനാഥനെ കണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അവൾക്ക് ആവശ്യമായ കൃപകൾ കൊടുക്കാൻ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ എനിക്ക് അസ്വസ്ഥത നൽകിയെങ്കിലും കർത്താവ് തന്നെ അവിടുത്തെ വെളിപ്പെടുത്തുവാനുള്ള നടപടികൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ആരാധനാ സമയത്ത് ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചു. ഒരു നിമിഷത്തിനു ശേഷം ഈശോയെയും മറിയത്തെയും കണ്ടു. അവരെ കണ്ടപ്പോൾ ഞാൻ ആനന്ദത്താൽ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ കുമ്പസാരക്കാരൻ അങ്ങയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ എന്താണ് അവിടുത്തെ ഹിതം? ഈശോ മറുപടിയായി പറഞ്ഞു, അവൻ ഇവിടെ ആയിരിക്കണമെന്നും അവനെ മാറ്റുന്ന കാര്യത്തിൽ അവൻ മുൻകൈ എടുക്കരുതെന്നുമാണ് എൻ്റെ ഹിതം. മിശിഹ
കരുണയുടെ രാജാവ് എന്ന അടിക്കുറിപ്പ് രേഖപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവാണ്. എന്നാൽ മിശിഹ എന്ന പദം ഉപയോഗിച്ചില്ല. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഞായർ കരുണയുടെ തിരുനാൾ ആയിരിക്കണം. മാംസം ധരിച്ച വചനത്തിലൂടെയാണ് എൻ്റെ അത്യാഗതമായ കരുണയുടെ ആഴത്തെ ഞാൻ വെളിപ്പെടുത്തുന്നത്. കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു എന്നത് ആശ്ചര്യകരമാണ്. യഥാർത്ഥത്തിൽ ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ഏപ്രിൽ 1935 ആണ് ചിത്രം ആദ്യമായി ജനങ്ങളാൽ പരസ്യമായി വണങ്ങപ്പെട്ടത്. 3 ദിവസത്തേക്ക് ഇത് പരസ്യ വണക്കത്തിനായി പ്രദർശിപ്പിച്ചു. ഓസ്ട്രാബ്രാമയിൽ വിൽനൂസ് നഗരത്തിൻ്റെ ഈസ്റ്റേൺ ഗേറ്റിന് മുകളിൽ മാതാവിൻ്റെ ഷ്രൈനിൻ്റെ ജനാലയുടെ മുകൾ ഭാഗത്തായി പടം സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ അകലെ നിന്നു തന്നെ ഈ പടം ജനങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓസ്ട്രാബ്രാമയിൽ ഈ 3 ദിവസവും നമ്മുടെ രക്ഷകൻ്റെ പീഡാസഹനത്തിൻ്റെ 1900 വർഷം പിന്നിട്ടതിൻ്റെ ഓർമ്മയ്ക്കായി ലോകരക്ഷയുടെ ജൂബിലി ആഘോഷിക്കുകയായിരുന്നു. കർത്താവ് ആവശ്യപ്പെട്ട കരുണയുടെ പ്രവർത്തനം രക്ഷാകർമ്മത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു.